പണ്ടെങ്ങോ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് ആരൊക്കെയോ കോടികളുടെ സൈബർ തട്ടിപ്പ് നടത്തുക. ഇതൊന്നും അറിയാത്ത ഒരു സാധാരണക്കാരൻ ആ തട്ടിപ്പ് കേസിൽ പ്രതിയാവുക. മനുഷ്യാവകാശത്തിന്റെ എല്ലാ സീമകളിൽ ലംഘിച്ച് അയാളെ മറ്റൊരു സംസ്ഥാനത്തെ പോലീസ് ജയിലിലടയ്ക്കുക. അങ്ങനെ സമാനതകളില്ലാത്തതും ഞെട്ടിക്കുന്നതുമായ അനുഭവ കഥയാണ് കൊല്ലം സ്വദേശി ജിതിന് പറയാനുള്ളത്. ഇപ്പോൾ നീതി തേടി മനുഷ്യാവകാശ കമ്മീഷനെയും മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിച്ചിരിക്കുകയാണ് ജിതിനും കുടുംബവും. 8129869077 ഈ മൊബൈൽ ഫോൺ നമ്പറാണ് കൊല്ലം രാമനാട്ടുകര സ്വദേശിയായ സഹകരണ ബാങ്ക് ജീവനക്കാരൻ ജിതിന്റെ ജീവിതം മാറ്റിമറിച്ചത്. 2015 എടുത്ത് 2019 സിം കാർഡ് ഒടിച്ചു കളഞ്ഞപ്പോൾ ജിതിൻ കരുതി ആ സിം നമ്പറുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന്. പക്ഷേ 5 വർഷത്തിനിപ്പുറം ആ സിം നമ്പറിന്റെ ഉടമയെ തേടിയെത്തിയത് തെലങ്കാന പോലീസാണ്. ഒരു നമ്പർ കാണിച്ചു. അതിന് ആ നമ്പറിനെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടാന്ന് വെച്ച സിമ്മാണെന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രൂ കോളറിൽ സാദി ജിതിൻ ആരാണെന്ന് ചോദിച്ചു. സംഭവം ട്രൂ കോളറിൽ എൻ്റെ വൈഫ് ഉപയോഗിച്ച സിമ്മ്, എൻ്റെ ഐ ഡിയിൽ എടുത്ത സിമ്മ് വൈഫ് ഉപയോഗിച്ച് അതിൻ്റെ ട്രൂ കോളറിൽ അവളുടെ പേര് ഇന്നും നമ്മൾ നോക്കുമ്പോൾ ട്രൂ കോളറിൽ അവളുടെ പേരാണ് വരുന്നത്. മാനസിക നില തെറ്റി ആത്മഹത്യയുടെ ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം ഈ ഒരു സിമ്മും അഡ്രസ്സിൻ്റെയും പേര് മാത്രം ഞാൻ പൈസ എടുത്തു, എൻ്റെ അക്കൗണ്ടിലോട്ട് അന്നേരവും പൈസ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പൈസ ഒരു വ്യക്തിയുടെ ആയിരുന്നു. അപ്പം ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി. ഹൈദരാബാദ് സ്വദേശി തൊഗാരി സുമന്റെ പരാതിയിലായിരുന്നു അറസ്റ്റ്. BRM CN എന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിച്ച സുമന് നഷ്ടമായത് 24,65,779 രൂപയാണ്. സുമനിൽ നിന്ന് തട്ടിയെടുത്ത 24 ലക്ഷത്തിൽ 14 ലക്ഷം രൂപ മാറ്റിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 604976724668 എന്ന അക്കൗണ്ടിലേക്ക്. തൃശൂർ മുകുന്ദപുരത്തുള്ള ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ റിസൽദാബ് അബ്ദുൾ റസാഖ്, നീതു എന്നിവരുടെ പേരുള്ളതായിരുന്നു ഈ അക്കൗണ്ട്. അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കിൽ നൽകിയ മെയിൽ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് ജിതിന്റെ പഴയ നമ്പറായിരുന്നു. ഇതാണ് ജിതിനെ കേസുമായി ബന്ധിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ നമ്പർ മറ്റൊരാളുടെ പേരിലാണെന്ന് ജിതിൻ പറയുന്നു. 2015 എടുത്ത് 2019 ഇത് നമ്മൾ ഉപേക്ഷിച്ച സിമ്മ. പിന്നെ അതിനുശേഷം നമുക്ക് ഇതായിട്ടൊരു ബന്ധമില്ല. ഈ പോലീസുകാർ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങും എറിഞ്ഞു കളഞ്ഞതൊന്നുമല്ല, നമ്മളായിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത് വേണ്ട എന്ന് ഉറപ്പുവരുത്തിയ സിമ്മ. അത് 2019. നമ്മൾ ഇന്ന് എയർടെലിൽ പോയി അന്വേഷിച്ചപ്പോഴും 17/7/2024 തൃശ്ശൂരുള്ള ഒരാൾക്ക് ഈ സിം കൊടുത്തിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. അത് ഞാൻ അന്നേരം അവരോട് ചോദിക്കുന്നത്, എയർടെലിന്റെ ഓഫീസിന്റെ അടുത്ത് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ നിന്ന് എന്നാണ് ഈ സിം ഡീആക്ടിവേറ്റ്, അത് വേറൊരാൾക്ക് കൊടുത്തു പോയതുകൊണ്ട് നമ്മളടുത്ത് ആ ഡീറ്റെയിലുകളൊന്നും അവർക്ക് പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. മുകുന്ദപുരത്തെ ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മകളായ റിസൽദാബ് അബ്ദുൾ റസാഖ്, നീതു എന്നിവരാണ് സെക്കന്ദരാബാദ് പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസിലെ ആദ്യ 2 പ്രതികൾ. 3-ാം പ്രതി ജിതിനും 4-ാം പ്രതി ജിതിന്റെ ഭാര്യ സ്വാതിയും. എന്നാൽ ആദ്യ 2 പ്രതികളുമായി ഒരു ബന്ധവുമില്ലെന്ന് ജിതിൻ പറയുന്നു. തെലങ്കാനയിൽ 5 കേസുകൾക്ക് പുറമെ എറണാകുളം, ബംഗളൂരു, പൂനെ, കോലാപ്പൂർ, സിലിഗുരി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 35 കേസുകളാണുള്ളത്. സെക്കന്ദരാബാദ് പോലീസിന്റെ കേസിലെ 1-ഉം 2-ഉം പ്രതികളായ റിസൽദാറും നീതുവും പറയുന്നതും തങ്ങൾക്കും തട്ടിപ്പിനെ പറ്റി ഒന്നും അറിയില്ലെന്നാണ്. മെയിലാണ് മേ ബി ലൈസൻസിന് അപ്ലൈ ചെയ്തത്. ആ ടൈം ആയപ്പോഴേക്കും അതിൽ ഫണ്ട് വന്നത് ശരിയല്ലാന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ ലൈസൻസും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. തുടങ്ങിയില്ല, നമ്മൾ ലൈസൻസിന് മാത്രം മറ്റേ പേര് വെച്ച് ഒരു ഫ്ലെക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ബാക്കി സിസ്റ്റവും ട്രേഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ തുടങ്ങുന്നതിനേക്കാളും മുമ്പേ അവർ ഫേക്കാണെന്ന് തോന്നിയപ്പോൾ നമ്മളൊന്നുമേ ചെയ്തിട്ടില്ല ഇതില്. നമുക്കറിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ആ അക്കൗണ്ടിന് എടുക്കാൻ തന്ന സിമ്മൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. പിന്നെ മെയിലാണെങ്കിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ പിന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയണേ. അതിനുശേഷം അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 18-നാണ് 5500 രൂപ നിക്ഷേപവുമായി ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് തുടങ്ങിയത്. ഓഗസ്റ്റ് മാസമായതോടെ ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് എത്താൻ തുടങ്ങി. ആഴ്ചകൾ കൊണ്ട് ലക്ഷങ്ങൾ കോടികളായി. സെപ്റ്റംബർ തുടക്കത്തിൽ അക്കൗണ്ടിലുണ്ടായിരുന്നത് 3.79 കോടി രൂപ. പിന്നാലെ 1.29 ലക്ഷം രൂപ നിലനിർത്തി ബാക്കി പിൻവലിച്ചു.
ഇരിങ്ങാലക്കുടയിലെ ജിം ട്രെയിനറായ അനിൽകുമാർ എന്നയാളാണ് പണം പിൻവലിച്ചതെന്ന് ഇവർ പറയുന്നു. ഇവരും ഇപ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു തെറ്റും ചെയ്യാത്തൊരു ചെറുപ്പക്കാരൻ ഒരാഴ്ചയാണ് തെലങ്കാനയിലെ ജയിലിൽ കിടന്നത്. ഇനിയും ഏതു നിമിഷവും കേസുകളിൽ പ്രതിയാകാമെന്ന ഭീഷണിയിലുമാണ്. സർക്കാരിലും കോടതിയിലും മനുഷ്യാവകാശ കമ്മീഷനിലുമൊക്കെയാണ് ജിതിന്റെയും കുടുംബത്തിന്റെയും ഇപ്പോഴത്തെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.